പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപം ദേശീയപാതയോരം വൃത്തിഹീനമായി. സമീപത്തെ ടോയ്ലറ്റ് കോംപ്ലക്സ് ഉപയോഗിക്കാതെ യാത്രക്കാർ. പ്രദേശത്ത് ദുർഗന്ധം നിറഞ്ഞു. അനധികൃത പാർക്കിംഗും വെല്ലുവിളിയായി. നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ് രംഗത്ത്. പാലിയേക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തു നിന്നുള്ള ദൃശ്യങ്ങളാണിത്. തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തുന്ന യാത്രക്കാർ. തൊട്ടടുത്ത് കോഫി ഷോപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തൊട്ടരികിലായി പണം കൊടുത്ത് ഉപയോഗിക്കാവുന്ന ടോയ്ലറ്റ് ഉണ്ടെങ്കിലും ദേശീയപാതയോരത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിലെ യാത്രക്കാർ ഇതുപയോഗിക്കുന്നത് വിരളമാണ്. കൂടുതൽ പേരും പാതയോരത്ത് തുറസായ സ്ഥലത്താണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്. ഇതോടെ പരിസരം ദുർഗന്ധത്താൽ നിറഞ്ഞു. ശബരിമല സീസൺ കൂടി ആയതോടെ ഇപ്പോൾ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന വാഹനയാത്രികരുടെ എണ്ണം ഇരട്ടിയാണ്. ടോൾ പ്ലാസയ്ക്ക് സമീപം നിർത്തിയിടുന്ന വാഹനങ്ങളിലെ യാത്രക്കാരാണ് ഇത്തരത്തിൽ പരിസരം വൃത്തിഹീനമാക്കുന്നത്. മൂക്ക് പൊത്താതെ ഇതുവഴി കടന്നു പോകാനാവാത്ത അവസ്ഥ. സ്ഥലത്ത് വാഹന പരിശോധനയ്ക്കെത്തിയ മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ദുർഗന്ധം സഹിക്കാനാകാതെ നടപടിയുമായി രംഗത്തെത്തി. സമീപത്തെ കോഫി ഷോപ്പ്, ടോയ്ലറ്റ് കോംപ്ലക്സ് കരാറുകാരെയും ടോൾ പ്ലാസ അധികൃതരെയും വിളിച്ചുവരുത്തി താക്കീത് നൽകി. പരിസരം എത്രയും വേഗം ശുചീകരിക്കാൻ നിർദ്ദേശം നൽകി. നെന്മണിക്കര പഞ്ചായത്ത് ആരോഗ്യ വിഭാഗത്തെ ബന്ധപ്പെട്ട് ശുചിത്വം ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന ഇത്തരം പ്രവൃത്തികൾക്കെതിരെ വരും ദിവസങ്ങളിൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ PV ബിജു പറഞ്ഞു. ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശപ്രകാരം ചെക്ക് പോയിന്റ് ഡ്യൂട്ടിക്കാണ് ഞങ്ങൾ തൃശ്ശൂർ RTO എൻഫോഴ്സ്മെന്റ് എന്നുള്ള ടീം ഇവിടെ വന്നത്, പാലിയേക്കര ടോളിൻ്റെ അടുത്ത് വന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയും രൂക്ഷമായ നാറ്റമാണ്. ഇവിടെ മലമൂത്ര വിസർജനം നടത്തിയ റോഡരികിൽ ഇവിടെ ഒരു കോഫി ഷോപ്പ് ഉണ്ട്. കോഫി ഷോപ്പിനോട് ചേർന്നിട്ടുള്ള ഏരിയയിലാണ് യാത്രക്കാരായിട്ടുള്ള ആളുകൾ വാഹനം നിർത്തിയിട്ട് വേസ്റ്റ് ഇടുന്നതും മലമൂത്ര വിസർജനം ചെയ്യുന്നതൊക്കെ ആയിട്ട് ശ്രദ്ധപ്പെട്ടത്. അപ്പോൾ ഇവിടെ നെന്മണിക്കര പഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പം അദ്ദേഹം വലിയ ഇടപെടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഈ ഹോട്ടലിലെ ആളുകളെ വിളിച്ച് ഇവിടെ തന്നെ അവിടെ ക്ലീൻ ചെയ്യാനും അവിടെ കുമ്മായം വെതറി നീറ്റാക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്തിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ സൈഡിലേക്ക് ആളുകൾ ഇറങ്ങിപ്പോയിട്ട് ഈ മാതിരി കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബാരിക്കേഡ് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയുള്ള പൊതു കക്കൂസിൽ അകലെന്ന് കാണാവുന്ന രീതിയിൽ ബോർഡുകളൊന്നും പ്രദർശിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആളുകൾ അത് ഇങ്ങനെ സംവിധാനം ഇവിടെ ഉണ്ടോയെന്ന് അറിയാതെ റോഡരികിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ അവരോട് അത് കാണാവുന്ന രീതിയിൽ വലിയ ഒരു ബോർഡ് സ്ഥാപിക്കാനും അകലെന്ന് കാണാവുന്ന രീതിയിൽ ടോയ്ലറ്റ് കോംപ്ലക്സ് എന്ന് എഴുതി വെക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിൽ വണ്ടി നിർത്തിയിട്ട് ഇങ്ങനെ റോഡരിക് വൃത്തികേടാക്കുന്ന നടപടികൾ ഉണ്ടാവുകയാണെങ്കിൽ വാഹന ഉടമകൾക്കെതിരെ നടപടികളെടുക്കും. മോട്ടോർ വാഹന വകുപ്പ് കേസെടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ടോൾ പ്ലാസയ്ക്ക് സമീപം അനധികൃത പാർക്കിംഗ് മറ്റു വാഹനയാത്രക്കാർക്ക് വെല്ലുവിളിയാണ്. 3-4 ട്രാക്കുകൾ കയ്യേറിയാണ് ഇവിടെ ദീർഘദൂര ബഹുചക്ര വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നത്. ഇത് ടോൾ പ്ലാസ കടന്നെത്തുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങളുടെ വഴി തടസ്സപ്പെടുത്തുന്നുണ്ട്. ഇത് സംബന്ധിച്ച് NCTV നേരത്തെയും വാർത്ത നൽകിയിരുന്നു. ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും പാർക്കിങ്ങിനുള്ള സ്ഥലം പ്രത്യേകം അടയാളപ്പെടുത്തി അനധികൃത പാർക്കിംഗ് ഒഴിവാക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറഞ്ഞു. രാത്രികാലങ്ങളിൽ ടോൾ പ്ലാസയുടെ സമീപ പ്രദേശങ്ങളിൽ നിരവധി വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ട് മാർഗ്ഗതടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ആംബുലൻസുകൾക്ക് പോലും ഫ്രീ ആയിട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം രാത്രികാലങ്ങളുണ്ട്. അപ്പോൾ രാത്രികാലങ്ങളിലൂടെ വാഹന പാർക്കിംഗ് അനുവദിക്കുന്നതല്ല, പകൽ സമയത്ത് അനുവദിക്കുന്നതല്ല, രാത്രികാലങ്ങളിൽ കൂടുതലായിട്ടുണ്ട്. അതിനെതിരെ കർശനമായ നടപടി മോട്ടോർ വാഹന വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. തുടർച്ചയായ ദിവസങ്ങളിൽ എൻഫോഴ്സ്മെന്റ്, RTO, ആരോഗ്യവകുപ്പ് എന്നിവരുടെ കർശന നിരീക്ഷണം വഴി ഇത്തരം പ്രവണതകൾ ഒഴിവാക്കാൻ തന്നെയാണ് അധികൃതരുടെ തീരുമാനം. ശബരിമല സീസൺ കൂടി ആരംഭിച്ചതോടെ ദേശീയപാതയിൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണ്. മതിയായ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ട് തന്നെ യാത്രക്കാർ പ്രാഥമിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് പാതയുടെ ഇരുവശങ്ങളാണ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ പാതയ്ക്ക് ഇരുവശത്തും ഇപ്പോൾ കടുത്ത ദുർഗന്ധമാണ്. അനധികൃത പാർക്കിങ്ങും ഇവിടെ യാത്രക്കാരെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇത്തരക്കാർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. വരും ദിവസങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തിയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്.